ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. വണ്ടിപ്പെരിയാർ ഡൈമോക്ക് എസ്റ്റേറ്റിലെ സമ്മിശ്ര കർഷകനായ ശ്രീ യേശുദാസ് തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. ഇന്ന് കിസാൻ വാണി ടീം എത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ ഡൈമോക്ക് എസ്റ്റേറ്റിലെ ഒരു കർഷകനായ യേശുദാസ് എന്നയാളുടെ അടുത്താണ്. അദ്ദേഹം ഏലം, കാപ്പി, കുരുമുളക്, വാഴ, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ എല്ലാ ഇനം കൃഷികളും ചെയ്യുന്നയാളാണ്. അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടൻ. നമസ്കാരം. ചേട്ടൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണോ? ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. പഠനം, വിദ്യാഭ്യാസം ഒക്കെ എവിടെയായിരുന്നു? എല്ലാം ഇവിടെ തന്നെയായിരുന്നു. വണ്ടിപ്പെരിയാർ സ്കൂളിലായിരുന്നു. ഡൈമോക്ക് സ്കൂളിൽ 4ാം ക്ലാസ് വരെ പഠിച്ചു. 5ാം ക്ലാസ് തൊട്ട് വണ്ടിപ്പെരിയാറിലായിരുന്നു UP സ്കൂളിൽ. 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് വണ്ടിപ്പെരിയാർ ഹൈസ്കൂളിൽ പോയി. 8 വരെ പഠിച്ചിട്ടുള്ളൂ. 8 വരെ പഠിച്ചതിന് ശേഷം പിന്നീട് പഠിക്കാൻ പോയില്ല. അതെന്താണ് പിന്നീട് പഠിക്കാൻ പോകാതിരിക്കാൻ കാരണം? അത് ബുദ്ധിമുട്ടുകൊണ്ട് ഞാനും പോയില്ല. അപ്പോൾ പിന്നീട് കാർഷിക പ്രവർത്തനങ്ങളിൽ മാതാപിതാക്കളുടെ കൂടെ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങി. അന്നൊക്കെ എന്ത് കൃഷിയായിരുന്നു ഉണ്ടായിരുന്നത്? അന്ന് കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി കൃഷിയായിട്ട് പറയാൻ പറ്റിയില്ല. അന്ന് ഇച്ചിരി കുറേ വാളയും ചേമ്പും കപ്പ, കൂക്ക ഇങ്ങനെ ഉള്ള ഇതേ ഉള്ളായിരുന്നു. കാർഷിക വിളയായിട്ടുള്ള ബന്ധമില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴത് വന്ന് ഗവൺമെൻറ്റും ഇതൊക്കെ കർഷകന് ഇങ്ങനെ ഉണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു കൃഷിയുമായിട്ടുള്ള ബന്ധം എല്ലാം വന്നപ്പോഴാണ്. അന്ന് നെൽകൃഷിയില്ല. നെൽകൃഷി ഇവിടെ ഇല്ല. ഇവിടെ കുറേ മലയിൽ കുറേ ഇടുമായിരുന്നു. ഒരു 10 സെൻറ്റിൽ 5 സെൻറ്റിൽ ഇടുമായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ കൊച്ചു പിള്ളേരിൽ അങ്ങനെ നെൽകൃഷി എന്ന് പറയുന്ന ഒരു പേർക്ക് ഒന്ന് ഇടുക, അത്രേ ഉള്ളൂ. ഇവിടുത്തെ മലപ്രദേശമായിട്ടുണ്ട്. നെല്ലിൻ്റെ അത്രയും ഇതില്ലായിരുന്നു. കപ്പയാണ് കൂടുതൽ ഇവിടെ. കപ്പ, ചേമ്പ് ഇങ്ങനത്തെ ഉള്ള വിളയായിരുന്നു. ഇപ്പോൾ പിന്നീട് കപ്പയും ചേമ്പും ചേനയും കാച്ചിലും അത്തരം കൃഷികളൊക്കെ നിർത്തിയത് എന്തുകൊണ്ടാണ്? നിർത്തിയതെന്ന് പറഞ്ഞാൽ പന്നിയുടെയും കുറേ ആൾക്കാർ എന്നാ വെച്ചാൽ ഇതിനെക്കാട്ടിലും നമ്മൾ കുറേ വരുമാനം കൂടുതൽ വേണമെന്ന് പറഞ്ഞ് ആൾക്കാർ വിള മാറ്റി ചെയ്യാനുള്ള ഇതിന് ആൾക്കാർ ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ കൂടി. ഇപ്പം എന്തെല്ലാം കൃഷിയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്? ഇപ്പോൾ കൂടുതൽ എല്ലാവരും ഏലമാണ് നമ്മൾ കൂടുതലും. ചേട്ടൻ എന്തെല്ലാം കൃഷി ചെയ്യുന്നത്? എനിക്ക് ഏലമുണ്ട്, കാപ്പിയുണ്ട്, കൊടിയുണ്ട്. ഇതില്ലാതെ വാഴ, ഇഞ്ചി, മഞ്ഞൾ ഇങ്ങനത്തെ ഇത് നമ്മളിപ്പം ചെയ്യുന്നുണ്ട്. പച്ചക്കറി ഇടയ്ക്കിടയ്ക്കായിട്ട് ഇടുന്നുണ്ട്. എത്ര ഏക്കർ സ്ഥലമുണ്ട് കൃഷി? 3 ഏക്കർ 20 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ എത്ര ഏക്കർ സ്ഥലത്തോളം ഏലം കൃഷി ചെയ്യുന്നുണ്ട്? ഏലം ഒരു 1.5 ഏക്കർ 2 ഏക്കറോളം ഏലം ചെയ്യുന്നുണ്ട്. ബാക്കി അതിൻ്റെ ഇടയ്ക്ക് അകത്തും കൊടിയുണ്ട്, പുറത്തും നമ്മളതില്ലാതെ ബാക്കിയുള്ള സ്ഥലത്തിലും കൊടിയും കാപ്പിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഏലം കൃഷി ചെയ്യുന്ന ഇടത്ത് ഏലകൃഷി മാത്രമേ ഉള്ളോ അതിൻ്റെ ഇടയ്ക്ക് തന്നെ, അതോ കുരുമുളകും കൃഷി ചെയ്യുന്നു? ഇടയ്ക്കിടയ്ക്കുണ്ട്. പിന്നെ കാപ്പി തനിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാപ്പി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഏലം വയ്ക്കാൻ പറ്റിയല്ല. അപ്പോൾ ഏലവും കുരുമുളകും ഒന്നിച്ചാണ് കൃഷി ചെയ്യുന്നത്? ഒന്ന് ചെയ്യുന്നുണ്ട്, അത് ഇല്ലാതെ പ്രത്യേകിച്ചും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതിനും ഏലമാണ് കൂടുതലായിട്ട് കൃഷി ചെയ്ത് വരുന്നത്? ഇനം എന്ന് പറഞ്ഞാൽ നന്നാണി ചെയ്യുന്നുണ്ട്, കണിപ്പറമ്പ് ചെയ്യുന്നുണ്ട്. പുതിയ ഇനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇനി വെച്ച് ശീലിക്കണം, അത് നോക്കണം. പുതിയ ഇനം കൃഷി ഓഫീസർ നമുക്ക് ക്ലാസ് വെച്ച് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. PV2, PV5 എന്ന് പറഞ്ഞ് 2 ഇനം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് നല്ല വരുമാനമുണ്ട്. കാലാവസ്ഥയായിട്ട് ചേർന്ന് പിടിക്കാനുള്ള ഇതുണ്ടെന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ഈ കൊല്ലം വെച്ച് പിടിപ്പിക്കണം. അതിൻ്റെ തൈ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? പാമ്പാടും പറയിൽ കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത്. പാമ്പാടും പറയിൽ ഒരു 15 തൈയെ ഒരു കർഷകന് കിട്ടത്തുള്ളൂ എന്ന് പറയുന്നത്. അത് വെച്ച് നമ്മൾ കൂടുതൽ ഉണ്ടാക്കണം. അപ്പോൾ ഈ ഒരു തൈക്ക് എത്ര വിലയാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 75 രൂപ പറഞ്ഞിട്ടുണ്ട്. ഒരു കർഷകന് 75 രൂപ വെച്ച് അവിടെ കിട്ടും. വിളിച്ച് പറഞ്ഞിട്ട് 15 രൂപ കിട്ടും. ആ 15 വെച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പിറ്റേ കൊല്ലമാവും. എന്നുവെച്ചാൽ ഒരു കൊല്ലം നമ്മളിത് ഉണ്ടാക്കുന്ന പിറ്റേ കൊല്ലം അത് പൊളിച്ച് മാറ്റി വെച്ചാലേ നമുക്ക് പിന്നെ ആ ഇനവും കിട്ടത്തുള്ളൂ. അത് അവിടുത്തെ സ്പൈസ് ബോർഡിലെ ഉദ്യോഗസ്ഥർ തന്നെയാണോ ഇത്? വന്ന് അവർ വന്ന് ക്ലാസ് നടത്തി. ഞങ്ങൾക്ക് ഇപ്പം ഈ കൃഷി ഭവനമായിട്ട് നമ്മൾ കുറേ ക്ലാസ്സിനൊക്കെ പോയി നമ്മളിപ്പോൾ എല്ലാം ജൈവമായിട്ടുള്ള ചെയ്യാനുള്ള നല്ല ഇനം, നല്ല ക്വാളിറ്റി, നമുക്കും ഗുണമുള്ള
വരുമാനം കൂടുതൽ കിട്ടാനുള്ള വെറൈറ്റി ആയിട്ട് വയ്ക്കാനുള്ള ഇത് പഠിപ്പിച്ചു തരും. ഇപ്പോൾ ഞള്ളാനിയും കണിപ്പറമ്പനുമാണ് കൃഷി ചെയ്തിരിക്കുന്നതെന്നാണല്ലോ പറഞ്ഞത്. അത് എത്ര അടി അകലത്തിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്? നമ്മൾ എന്ന് വെച്ചാൽ 10-10 വെച്ചിരിക്കുന്നത്. ചില സ്ഥലത്ത് നമ്മൾ കൂടുതലായിട്ട് കുറെ വയ്ക്കും. എന്ന് വെച്ചാൽ അത് അടുത്ത് ഈ പോയതിന്റെയും ചിലപ്പോൾ 4 തൈക്ക് ഒരു തൈ ചിലപ്പം വയ്ക്കും. അത് മൊത്തമല്ല, മുഴുവനുമല്ല, ഇടയ്ക്കായിട്ട്. എന്ന് വെച്ചാൽ ഇത് എടുത്ത് അടുത്ത കൊല്ലം നമ്മൾ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 10-10 ഇത് കണക്കിന്. ഒരു ഏക്കറിന് നമ്മൾ 400 തൈ, 400-430 അത്രേ ഒരു ഏക്കറിന്. 400 തയ്യ 10-10 വയ്ക്കുമ്പോൾ 400 തയ്യ ഒരു ഏക്കർ വയ്ക്കുന്നത്. ഇതിന്റെ വളപ്രയോഗമൊക്കെ എത്ര തവണ ചെയ്യേണ്ടി വരാറുണ്ട് ഒരു വർഷത്തിൽ? ഒരു വർഷത്തിൽ ഇപ്പൊ ഞങ്ങൾ നേരത്തേക്കാൻ പറഞ്ഞാൽ 2-3 പ്രാവശ്യം ചെയ്യും. ഇപ്പൊ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു കൊല്ലത്തിൽ 4 മാസത്തിന് ഒരു പ്രാവശ്യം ചെയ്യണം, 3 പ്രാവശ്യം ചെയ്യണം. രാസവളമാണോ ഉപയോഗിക്കുന്നത്? അത് നമ്മൾ ചാണകം ചെയ്യുന്നുണ്ട്, രാസവളം ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ചെയ്യാതെ രാസവളം ചെയ്യാതെ ഒന്നും ഈൽഡ് കിട്ടത്തില്ല. ഇപ്പൊ നമ്മൾ കൂടുതലും ജൈവമായിട്ട് വരുന്ന രാസവളം ഒളിയാക്കുക. ഇപ്പം തന്നെ ജൈവമായിട്ട് രാസവളത്തിന്റെ അതേ ക്വാളിറ്റിയിലുള്ള ജൈവവളമുണ്ട്. അത് ജൈവ കൃഷി ഞങ്ങൾ ചെയ്യാനുള്ള എല്ലാ ആൾക്കാരെയും ഇത് ചെയ്യുക. ഞങ്ങളും ജൈവത്തിൽ മാറുക. അപ്പോൾ ഈ മരുന്നുകളിയൊക്കെ നടത്തേണ്ടി വരാറുണ്ടോ? മരുന്നുകളി ഉണ്ട്. മരുന്നുകളിയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ജൈവത്തിന്റെ മരുന്നാണ് ഇപ്പം മാറി. എല്ലാം നേരത്തെ അങ്ങനെ എല്ലാം മൊത്തം കെമിക്കലായിരുന്നു. നമ്മുടെ അകത്തോട്ടൊക്കെ പോകാൻ പറ്റില്ല, വിളയ്ക്കകത്തൊക്കെ. ഇപ്പം അങ്ങനെയല്ല, നമ്മളും ധൈര്യമായിട്ട് പോവാം. എന്ന് വെച്ചാൽ നമ്മൾ മാരകമായുള്ള മരുന്ന് നമ്മൾ തന്നെ പഠിച്ചിട്ട് അത് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ജൈവ മരുന്നുകൾ ഏലത്തിന് തളിച്ചു കൊടുക്കാൻ എന്തെല്ലാം മരുന്നുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്? അത് നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? ഇപ്പം ജൈവ മരുന്ന് സൂഡോമോണസ്, വിവേറിയ, ടൈക്കോഡർമ, അങ്ങനെ 3 സൈസ് മരുന്ന് ഇപ്പം നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ തണ്ടുതെരപ്പിനൊന്നും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ വെച്ചാൽ 20 ദിവസം 30 ദിവസത്തിന് ഇടയ്ക്ക് നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ അളുകലില്ല, ഇതിൻ്റെ കുത്തലില്ല, കായ്ക്ക് ചൊറിയില്ല, ഇങ്ങനത്തെ നല്ല വില കുറവാണ്. അപ്പം ഞങ്ങൾ ഇത് ചെയ്ത് തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് ചില ക്ലാസ്സിനൊക്കെ പോയപ്പോൾ കെമിക്കൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിപ്പോൾ മൊത്തം നിർത്തുവാ ഞാൻ. ഈ ജൈവ കൃഷിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് രാസവളമോ രാസമരുന്നുകളോ ഉപയോഗിക്കാൻ സാധിക്കില്ല. അത് നമ്മൾ എന്ന് വെച്ചാൽ അതിനെക്കാട്ടിൽ നമ്മളിപ്പം ഒത്തിരി വരുമാനം വന്ന് ഒത്തിരി നഷ്ടപ്പെടുന്ന കാരണം ഈ ജൈവത്തിൽ പോകുമ്പോൾ നമുക്ക് ക്വാളിറ്റി കൂടുന്നുണ്ട്. ഇതിൻ്റെ വില കുറെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ജൈവത്തിൽ തന്നെ എല്ലാവരും മാറും. ഇനി ഏലം നമ്മൾ ഇപ്പോൾ 10 അടി അകലത്തിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കൂടുതലായിട്ട് ബാധിക്കുന്ന രോഗകീടബാധകൾ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂടുതലായിട്ട് ബാധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അളുകൽ നോക്കണം. വേറിൻ്റെ ചീഞ്ഞിച്ച അളുകൽ, ഇതിൻ്റെ തണ്ട് ഉറപ്പാൻ, പിന്നെ അതില്ലാതെ തട്ടമരിച്ചൽ, ഇങ്ങനത്തെ ഇത് നോക്കിയാൽ മതി. അവയ്ക്കൊക്കെ നമ്മൾ ചേട്ടൻ എന്താണ് ചെയ്യാറുള്ളത് പ്രതിവിധി? ഞങ്ങൾ അളുകലിന് സൂഡോമോണസിനാണ് ചെയ്യുന്നത്. പിന്നെ തട്ടമരിച്ചലും അത് തന്നെ ചെയ്യുക. ഇപ്പം അത് ചെയ്ത പിന്നീട് ഞങ്ങൾ ഈ തട്ടമരിച്ചൽ ഇതിനുള്ള രോഗം എന്ന് പറയുന്ന നമ്മുടെ പറമ്പിലില്ല. അപ്പോൾ ഈ സ്യൂഡോമോണസ് എത്ര ശതമാനം വീര്യത്തിലാണ് അത് ഉപയോഗിക്കുന്നത്? ഇത് 200 ലിറ്റർ ബാരലിന് ഈ 3 കിലോ വെച്ച് ചെയ്യുക. അപ്പോൾ ഇത് പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ ഇത് ഈ ഒരുക്കി നിർത്തുകയൊക്കെ ചെയ്യണമല്ലോ. അത് എങ്ങനെയാണ്? എത്ര നാൾ കൂടുമ്പോഴാണ് ഒരുക്കി നിർത്തുകയൊക്കെ ചെയ്യുന്നത്? 20 ദിവസം അടിച്ചാൽ ആ 20 ദിവസത്തിന് മുമ്പേ നമ്മൾ ഒരുക്കണം. 20 ദിവസം കൂടുമ്പോൾ മരുന്ന് കളിക്കും. 20 ദിവസവും ഒരു 18 ദിവസം തൊട്ട് 25 ദിവസത്തിനകം ഇത് ഒഴിക്കണം മരുന്ന്. എന്നുവെച്ചാൽ സ്പ്രേ ചെയ്യുകയോ ഒഴിക്കുകയോ ഏതെങ്കിലും ചെയ്യണം. ചെയ്യുന്ന മുമ്പ് ഇത് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി രോഗം പിടിച്ചു നീക്കാനുള്ള ശേഷിയുണ്ട് ചെടിക്ക്. അതുപോലെ തന്നെ ഈ വിളവെടുപ്പൊക്കെ എങ്ങനെയാണ് നടത്തുന്നത്? വിളവെടുപ്പ് നമ്മൾ 45-50 ദിവസത്തിനകം 50 ദിവസത്തിന് ഇടയ്ക്ക് നമ്മൾ വിളവെടുക്കും. അതുപോലെ പിന്നീട് ഇത് ഉണങ്ങാനായിട്ട് സ്വന്തമായിട്ട് സ്റ്റോർ ഉണ്ടോ, അതോ നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉണങ്ങുകയാണോ ചെയ്യുന്നത്? ഇത് വേറെ നമ്മൾ ഇത് വെള്ളാറംകുന്ന് കൊണ്ടുപോവുക, സ്റ്റോറിൽ കൊണ്ടുപോയിട്ട് അവിടെ ഉണക്കിയിട്ട് അവിടുന്ന് ഉണക്കുകൂലി 12 രൂപ ഓരോ കിലോയ്ക്ക്. പിന്നെ ഇത് മാറ്റി വെച്ചിട്ട് വില എപ്പം കൂടുമ്പോൾ ആ സമയത്തിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार।
ഇനി ഏലം കൃഷിയിൽ നിന്ന് മാറി കുരുമുളക് കാപ്പി കൃഷിയുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ. അത് എങ്ങനെയാണ്? കുരുമുളക് ഇതിന്റെ ഈ ഏലത്തിന്റെ ഇടയ്ക്ക് തന്നെ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ ഇടയ്ക്കുള്ള മരത്തിലാണോ കൃഷി ചെയ്യുന്നത്? അതെ, അതോ മരത്തില ഈ ഏലത്തിന്റെ ഇടയ്ക്ക് ഇരിക്കുന്ന വലിയ മരത്തേല് വെച്ചാൽ അത് തുടർച്ചയായിട്ടല്ല, അവിടെ എവിടെയുള്ള ഇതിൽ വെച്ച് നമ്മൾ കുരുമുളക് വയ്ക്കുക. പിന്നെ അത് തുടർച്ചയായിട്ടുള്ളതും വയ്ക്കുക. ഇത് തന്നെ വെച്ചാൽ കുരുമുളകും കാപ്പിയും ആണ്ടിൽ ഒരു വരുമാനമേ ഉള്ളൂ കർഷകന്. ബാക്കി അവനെ ചുമ്മാ നിൽക്കുക. അത് കാരണമുള്ള ഈ ആൾക്കാർ ഏലത്തിന് മാറിയത്. ആണ്ടിന് ഒരു വരുമാനം എന്നും പറയുമ്പോൾ അവൻ്റെ നഷ്ടം. അവന് ആണ്ട് 12 മാസവും കാത്തിരിക്കണം. പിന്നെ വിലയും കിട്ടാറില്ല. ഈ കാപ്പിക്കും കുരുമുളകിനും വില കിട്ടാറില്ല. ഇപ്പം എന്നുവെച്ചാൽ 550 575 എങ്ങാണ്ട് ഉണ്ട്. കർഷകൻ്റെ കയ്യിൽ ഒരു കുരുമുളകില്ല. കർഷകൻ കൊണ്ടുപോകാൻ നേരത്ത് 300 രൂപ 350 രൂപയ്ക്ക് പോകുള്ളായിരുന്നു. അതുപോലെ കാപ്പി ഇപ്പം ഏകമായിട്ട് കാപ്പിയുണ്ട്. കാപ്പി പിടുത്തം കുറവാണ്. എന്നാ വെച്ചാൽ കാലാവസ്ഥൻ്റെയാണെന്നൊന്നും അറിയത്തില്ല. ഈ ശ്രദ്ധയില്ല. ഇനി അത് ശ്രദ്ധിച്ച് ഞങ്ങൾ അതും നല്ല വെറൈറ്റി ഉണ്ടാക്കി അതും അതിന് കൊണ്ടുവരണം. ഈ കുരുമുളക് ഏതിനം കുരുമുളകുകളാണ് കൃഷി ചെയ്തിട്ടുള്ളത്? നമ്മൾ കരിമുണ്ടം വെച്ചിട്ടുണ്ട്, പന്നീറുണ്ട്, തേവമുണ്ടിയുണ്ട്. അപ്പോൾ ഈ മരത്തിലാണ് ഇത് കയറ്റിവിടുന്നതെന്ന് പറഞ്ഞല്ലോ കുരുമുളക്. അപ്പോൾ നമ്മൾ ഈ മരത്തെ കയറ്റിവിടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ മരത്തെ കയറ്റി വിടുമ്പോൾ നമ്മളത് കെട്ടിവിടണം. ഓരോ സമയത്തിനും അത് നോക്കി അത് കെട്ടിവിടണം. പിന്നെ ഈ എറമ്പ് വെട്ടാൻ നേരത്ത് ഒന്ന് കെട്ടണം. എറമ്പെന്ന് പറഞ്ഞാൽ ചോല ക്രമീകരിക്കണം. ചോല എന്ന് വെച്ചാൽ മുകളിൽ വരാനുള്ളത് നമുക്ക് ഈ ചെടിക്ക് ദോഷം വരാതെ വരുന്ന എല്ലാ എതറുകളും നമ്മളത് സൂക്ഷിച്ച് വെട്ടി മാറ്റി. പിന്നെ ഇതിനും വളം ഇടണം. അതിനും കൊല്ലത്തിനും ഒരു പ്രാവശ്യം വളം ഇടുന്നത്, കുരുമുളകിനും കാപ്പിക്കും. അപ്പോൾ ഈ കുരുമുളകിന് ഈ പ്രത്യേകിച്ച് വളപ്രയോഗം അല്ലെങ്കിൽ മരുന്ന് തെളിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? മരുന്ന് തെളിക്കാറുണ്ട്. അത് എന്നാ വെച്ചാൽ സൂഡോമോണസ് തെളിക്കുന്നുണ്ട്. അതില്ലാതെ സിയോസിയും തെളിക്കുന്നുണ്ട്. അതില്ലാതെ നമുക്ക് തുരിശും കുമ്മായവും അത് കലക്കി ഒഴിക്കുന്നുണ്ട്. ചിലപ്പോൾ തൊളിച്ചും കൊടുക്കുന്നുണ്ട്. അത് അതിൻ്റെ ആ സമയത്ത് നോക്കി. അത് ഏത് സമയത്താണ് സാധാരണ ഇതിൽ ഈ തുരിശും കുമ്മായം തളിച്ചു കൊടുക്കാറുള്ളത്? ഈ തുരിശും കുമ്മായം എന്ന് പറഞ്ഞാൽ മഴ വരുന്ന മുമ്പേ മഴയും വന്ന് ആ പുതിയ മഴ വരുന്ന സമയത്ത് ഒന്ന് ചെയ്ത് കൊടുക്കുക. കായൊക്കെ പിടിച്ചിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇത് ചീഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടും കായ് നല്ല വേറെ ഏതും കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുക. കാപ്പി കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ കാപ്പി കൃഷി ചെയ്യുന്നത് ഏതിനം കാപ്പിയാണ് കൃഷി ചെയ്യുന്നത്? കാപ്പി നമുക്ക് വെച്ചാൽ റോബസ്റ്റ ഉണ്ട്. പിന്നെ ഈ പുതിയ ഇനം എന്ന് പറഞ്ഞാൽ അത് അറബിയ. അത് 2 സൈസേ ഉള്ളൂ. അപ്പോൾ റോബസ്റ്റ കാപ്പി കൃഷി ചെയ്യുന്നുണ്ട്, അറബിക് കാപ്പി കൃഷി ചെയ്യുന്നുണ്ട്. അതിലേതിനാണ് കൂടുതൽ വില നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നത്? ഇത് അറബിക്ക കൂടുതൽ കിട്ടുന്ന വില. ഇത് കാപ്പി കുരു നമ്മൾ ഇത് പറിച്ചെടുത്തതിന് ശേഷം ഇത് പച്ചയ്ക്ക് കൊടുക്കുകയാണോ ചെയ്യുന്നത് അതോ ഉണക്കി വിൽക്കുകയാണോ? ഇതിൽ ഉണക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ കുരുമുളക് നമ്മൾ എങ്ങനെയാണ് വിളവെടുപ്പ് നടത്തിയിട്ട് അത് വെള്ളക്കുരുമുളകാക്കിയാണോ അതോ കറുത്ത കുരുമുളകാക്കി തന്നെ കൊടുക്കുകയാണോ ചെയ്യുന്നത്? വെള്ളക്കുരുമ വിളവിക്കാൻ അത്രയും നമുക്ക് ഇവിടുത്തെ ഇത് കാരണം കൊണ്ട് നമ്മൾ ഉണക്കി കറുത്ത മുളകായിട്ടാണ് കൊടുക്കുന്നത്. അത് എങ്ങനെയാണ് വിളവെടുപ്പൊക്കെ നടത്താൻ നമ്മൾ പുരുഷന്മാരെ തന്നെ വേണ്ടി വരുമല്ലോ കുരുമുളക് വിളവെടുക്കുന്നതിന്? അപ്പോൾ നമുക്കിവിടെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരെ ലഭിക്കാൻ തൊഴിലാളികളായിട്ട് അതോ അന്യ സംസ്ഥാനക്കാരെയൊക്കെ ഉപയോഗിച്ചാണോ വിളവെടുപ്പ് നടത്തുന്നത്? ഇവിടുത്തെ ആൾക്കാർ തന്നെ കുരുമുളക് പരിക്കാനുള്ള ഇത് ഉണ്ട്. എന്ന് വെച്ചാൽ അന്യർ അങ്ങനെ പരിക്കത്തുമില്ല. അവർക്ക് അതിനുള്ള ഇത് പോരാ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഏണിയൊക്കെ ഉപയോഗിച്ചാണോ കുരുമുളക് പറിച്ചെടുക്കുന്നത്? ഇപ്പം നേരത്തേക്ക് മുള ഏണിയായിരുന്നു. ഇപ്പം നമ്മൾ ഇരുമ്പയിൽ അത് സൂക്ഷിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറണ്ടുള്ള ഭാഗം ഇല്ലാതെ ബാക്കിയുള്ള ഭാഗം ഇരുമ്പയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതില്ലാതെ മുള ഏണിയും ഉണ്ട്. എത്രയാണ് കൂലിയൊക്കെ ഇവിടെ? ഇവിടെ കൂലി 500-600 രൂപ കൊടുക്കണം. 600 രൂപയുടെ മുകളിൽ കൊടുക്കണം. കാപ്പിക്കുരു പറിക്കുന്നതോ? കാപ്പിക്കുരു പറിക്കുന്ന കിലോ കണക്കാ. ഇപ്പം നമുക്ക് വരുന്നത് തച്ചയായിട്ടേ വരത്തുള്ളൂ. അത് 3 മണി വരെ പണിയും രാവിലെ തൊട്ട്. ചേട്ടൻ ഏതൊക്കെ സമയത്ത് ജോലികളിൽ ഏർപ്പെടാറുണ്ട്? നമ്മൾ കിട്ടുന്ന സമയമെല്ലാം ഒഴിവുള്ള ഉള്ള സമയമെല്ലാം നമ്മൾ ഈ പറമ്പിൽ തന്നെയാണ്. ഈ കാലി വളർത്തൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു? ആട് വളർത്തുന്നുണ്ട്. ആട് വളർത്തുന്നുണ്ട്. എത്ര ആടുകളുണ്ട്? ആട് 16 ആടുണ്ട്. ഒരു 4 കുഞ്ഞുങ്ങളുണ്ട്. 20 എണ്ണം മൊത്തത്തിലുണ്ട്. അപ്പോൾ ഈ ആടിന്റെ കാര്യങ്ങളൊക്കെ ആരാണ് നോക്കുന്നത്? ഞാനും ഭാര്യയും ചിലപ്പോൾ മകനും ഉണ്ട്. അപ്പം ഭാര്യയും മകനും ചേട്ടനും കൂടെ കൂടിയാണ് ആടിന്റെ കാര്യങ്ങളും അതുപോലെ കൃഷി കാര്യങ്ങളും എല്ലാം നോക്കി നടത്തി ചെയ്യുന്നത് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഈ ആട് 16 ആടിനെ നോക്കണമെങ്കിൽ അതിനുള്ള പുല്ലും മറ്റു കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് സംഘടിപ്പിക്കുക? ഈ തിന്നാൻ പോകും. ഞങ്ങൾ പറമ്പിൽ നിന്ന് വരുമ്പോൾ അതിനുള്ള തീറ്റയെല്ലാം കൊണ്ടുവരും. പറമ്പിൽ തന്നെ പുല്ലും മറ്റു കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആടിന്റെ പാലൊക്കെ വിൽപ്പനയ്ക്കുണ്ടോ? പാല് വിൽപ്പനയ്ക്കില്ല, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 16 ആടിൽ എത്ര കറവയുള്ള ആടുകളുണ്ട്? കറവയുള്ളത് 2 എണ്ണേ ഉള്ളൂ. ബാക്കിയെല്ലാം അത് കുഞ്ഞിനുള്ള കൊടുക്കുന്നത്. കറവയ്ക്കുള്ള ആട് 2 എണ്ണേ ഉള്ളൂ. ബാക്കിയെല്ലാം കുഞ്ഞിനാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കറവയില്ലാതെ അത് കുഞ്ഞിട്ടത് 6 എണ്ണം ഉണ്ട്. മുട്ടന്മാർ ഉണ്ട്. അങ്ങനെ മൊത്തം 16-ൽ ഒരു 6 എണ്ണം 6 2 8 എണ്ണം പെണ്ണാടുകളുണ്ട്. അപ്പോൾ ഈ ആടുകൾ ഏതിനം ആടുകളെയാണ് വളർത്തുന്നത്?
നമ്മൾ ഇത് എന്ന് വെച്ചാൽ നാടനും ഇല്ലാതെ ജേഴ്സി ഇല്ലാതെ രണ്ടും ചേർന്നുള്ള ഇനവ. ഇത് കാട്ടിൽ നമ്മൾ തിന്നാനും വിടും, അങ്ങനത്തെ ഉള്ള ഇനവ. അപ്പൊ ഈ ആടിനെ പ്രധാനമായിട്ട് ഇത് ഇറച്ചിക്ക് വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. അതെ അതെ അതെ. ഇത് നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ മുട്ടന്മാരെ വിൽപ്പന നടത്തുന്നത്, ബാക്കി വളർത്താനാണ് കൊടുക്കുന്നത്. മറ്റെന്തെല്ലാം കൃഷികളാണുള്ളത്? വാഴ, ഇഞ്ചിയും മഞ്ഞളുണ്ട്. അത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യമാണ് നമുക്ക് ഇത് ചെയ്യുന്നത്. അത് വ്യാപകമായിട്ട് വിൽപ്പനയ്ക്ക് മാത്രം കൃഷി ചെയ്യുന്നുണ്ടോ അതോ നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാനും പെണ്ണുപിള്ള, മകള്, മരുമോനുണ്ട്. അവരൊക്കെ നാട്ടില്ല. മകളെ കെട്ടിച്ചു വിട്ടു? കെട്ടിച്ചു വിട്ടു. മൂത്ത മകളെ കെട്ടിച്ചു വിട്ടു. അടുത്ത മകള് നമ്മള് MSc അഗ്രി പഠിച്ചിട്ട് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുക തമിഴ്നാട്ടില്. ഈ കർഷകനായിരുന്നിട്ട് കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ, ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ ഒത്ത്. ഇനി സർക്കാരിന്റെ കൃഷിഭവനിൽ നിന്നുള്ള സഹായങ്ങൾ, അതുപോലെ മറ്റ് സ്പൈസസ് ബോർഡ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ, അതുപോലെ ഉപദേശങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? കൃഷിഭവനിൽ നിന്ന് ഞങ്ങൾക്ക് സഹായം കിട്ടുന്നുണ്ട്. മരുന്നിൻ്റെ ചില COC, കുമ്മായം ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ പച്ചക്കറി തൈ കിട്ടുന്നുണ്ട്. അവിടെ കുറേ നമുക്ക് ആലോചനയും അവിടെ അവർ തരുന്നുണ്ട്. ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ സാമ്പത്തിക സഹായം കിട്ടുന്നുണ്ടോ? ഇല്ല, അതുവരെ കിട്ടിയില്ല. എന്ന് വെച്ചാൽ ഇത് അച്ഛൻ്റെ പേരിലാണ് ഈ പട്ടയം ഇരിക്കുന്ന കാരണം കൊണ്ട് എനിക്കത് ഇതുവരെ കിട്ടിയില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേരും അപേക്ഷയായിട്ട് കൊണ്ടുപോയാൽ ഒരാൾക്ക് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നിരുത്തി വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേരുണ്ട്, അത് കാരണം കൊണ്ട് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 2ാം വാർഡിലെ ഡൈമുക്ക് എസ്റ്റേറ്റിലെ കർഷകനായ യേശുദാസ് ആണ് ഇത്രയും നേരം തൻ്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. വണ്ടിപ്പെരിയാർ ഡൈമോക്ക് എസ്റ്റേറ്റിലെ സമ്മിശ്ര കർഷകനായ ശ്രീ യേശുദാസുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനപങ്കാളിത്തകരുത്തുമായി മുന്നോട്ടെന്നും നീങ്ങുക നാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ പ്രധാനം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.